തീർച്ചയായിട്ടും രണ്ടിലെ ഒഴിവില്ലോ. അവര് മര്യാദയ്ക്കായിരുന്നെങ്കിൽ ഈ നമ്മളോട് ഫൈറ്റ് UDF-നോട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പണാധിപത്യത്തിനെതിരെ ജനാധിപത്യത്തിന്റെ ഒരു വിജയമാണ് ഈ പാലായിൽ കാണാൻ സാധിച്ചത്. പാലായിൽ കോൺഗ്രസിന്റെ തേരോട്ടം, അത് കാപ്പന്റെ തേരോട്ടം, അതും വരും വർഷങ്ങളിലും ഇതുപോലെ തന്നെ തുടരും. കോൺഗ്രസിന്റെ മണ്ണാണിത്. ഈ കോൺഗ്രസ് മണ്ണില് ഒരു കാരണവശാലും കേരള കോൺഗ്രസ് ജയിക്കത്തില്ല. അവർ UDF നിന്നോണ്ടിരുന്നപ്പോൾ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ ജയിച്ചുകൊണ്ടിരുന്നത്. പാലായിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും കാപ്പൻ സാർ തന്നെയാണ്. നമസ്കാരം. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മാണി സാറിന്റെ തട്ടകമായിരുന്ന പാല ഇപ്പോൾ UDF നേടിയിരിക്കുകയാണ്. ഇത്തവണയും മാണി സി കാപ്പനൊപ്പമാണ് പാല നിന്നത്. രണ്ടിലെയൊക്കെ കൊഴിഞ്ഞു പോയല്ലേ? രണ്ടിലെ കൊഴിഞ്ഞോ? പിന്നെ തീർച്ചയായിട്ടും രണ്ടിലെ ഒഴിവില്ലോ. അവര് മര്യാദയ്ക്കായിരുന്നെങ്കിൽ ഈ നമ്മളോട് ഫൈറ്റ് UDF-നോട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് അവർ തീർന്നു. രണ്ടിലെ അവർ തീർന്നു പോയതാണ്. കേരള കോൺഗ്രസിന്റെ ഒരു തട്ടകമായിരുന്നു പാല. പാലായാലും നിങ്ങൾ വിട്ടുകൊടുക്കില്ല. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിന്റെ തട്ടകമാണ്. കോൺഗ്രസിന്റെ മണ്ണാണിത്. ഈ കോൺഗ്രസ് മണ്ണില് ഒരു കാരണവശാലും കേരള കോൺഗ്രസ് ജയിക്കത്തില്ല. അവർ UDF നിന്നോണ്ടിരുന്നപ്പോൾ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ ജയിച്ചുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ മാണി സി കാപ്പന്റെ വിജയമാണ്. ആ വിജയത്തിൽ കോൺഗ്രസുകാരല്ല അതിയായ സന്തോഷത്തോടെ ഞങ്ങൾ മുന്നോട്ടിറങ്ങും. ഈ പ്രാവശ്യം UDF-ന്റെ വിജയം കേരളം മൊത്തം ജനങ്ങൾക്ക് പിണറായി വിജയനോടുള്ള വോട്ടായിട്ട് തന്നെ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഉറപ്പാണ് നമ്മൾ ഇവിടെ UDF ആണ് ഇനിയുള്ള നാട്ടിൽ എല്ലാവർക്കും നല്ലത്. ഈ ശക്തമായ മത്സരമായിരുന്നു നടന്നിരുന്നത്. ത്രികോണ മത്സരം ഉണ്ടായിരുന്നു. ഒരു ത്രികോണ മത്സരവും ഇല്ല. ശരിക്കും പണാധിപത്യത്തിനെതിരെ ജനാധിപത്യത്തിന്റെ ഒരു വിജയമാണ് ഈ പാലായിൽ കാണാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞ ഒരു നിമിഷം പോലും ഇല്ലാതെ ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് ഈ അവസരത്തിൽ പറയാം. തകർന്നടിച്ചിരിക്കുക. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും അമ്പേ പരാജയം. നല്ലൊരു ചെയർമാൻ ഏറ്റെടുക്കും. കേരള കോൺഗ്രസിന് നല്ല ചുട്ട മറുപടിയാണ് കൊടുത്തേക്കുന്നത്. ചുട്ട മറുപടിയാണ് പാലായിൽ കൊടുത്തിരിക്കുന്നത്. പാല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഈറ്റില്ലമാണ്. കോട്ടയം ജില്ല കോൺഗ്രസിന്റെ ഈറ്റില്ലമാണ്. അവിടെ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ട് ജോസ് കെ മാണിയും മാണി സാറുമെല്ലാം ജയിച്ചു പോന്നിരുന്ന കാലമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് മാറ്റം വന്നു. പാലായിൽ കോൺഗ്രസിന്റെ തേരോട്ടം, അത് കാപ്പന്റെ തേരോട്ടം, അതും വരും വർഷങ്ങളിലും ഇതുപോലെ തന്നെ തുടരും. ഈ തിരിച്ചുപോയി ഇടതുമുന്നണിയിൽ പോയ കേരള കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും ഒരു കാര്യം ചിന്തിച്ചാൽ നന്നായിരിക്കും. അവർ വീണ്ടും വിചാരത്തോടെ റോഷി ഉൾപ്പെടെ ജോസ് കെ മാണി ഉൾപ്പെടെ UDF-ലേക്ക് തിരിച്ചു വന്നാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലെന്നായി തീരും. കേരളത്തിൽ ഇനി ഇടതുമുന്നണി എന്ന് പറയുന്ന ഒരു സംഭവം മുന്നോട്ട് പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം മാണി സി കാപ്പൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അത് വൻ വിജയമാണ്. കാപ്പൻ ഇപ്രാവശ്യം തന്നെ പറഞ്ഞായിരുന്നു, ഈ അടുത്ത പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഉണ്ടായിരിക്കുകയില്ല, മത്സര രംഗത്തുനിന്ന് ഞാൻ മാറി നിൽക്കുമെന്ന്. അത് കേട്ടിട്ട് പോലും ഈ ജോസ് കെ മാണിയും കൂട്ടരും UDF-ലേക്ക് വരാൻ താല്പര്യം കാണിക്കാതിരുന്നതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇവിടെ സംഭവിച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ UDF മുന്നോട്ട് പോയി. അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനിൽ 100-ൽ മുകളിൽ സീറ്റ് കിട്ടി അധികാരത്തിൽ വരുമെന്ന് VD സതീശൻ പറഞ്ഞ ആ വാക്ക് 100% ഉറപ്പായി തീർന്നിരിക്കുകയാണ്. മാണി സി കാപ്പൻ തോക്കുമെന്ന് വലിയ പ്രചരണം ഉണ്ടായിരുന്നു. അപ്പം അതിനെയൊക്കെ മറികടന്നത് എങ്ങനെയാണ് മറികടന്നത്? അത് ശത്രുക്കളുടെ മനോഭാവം മാത്രമാണ്. പാലായിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും കാപ്പൻ സാർ തന്നെയാണ്. അതുകൊണ്ട് പാലായിൽ എന്നും ഇനി മരണം വരെ കാപ്പൻ സാർ തോക്കുകയില്ലെന്നാണ് ഞങ്ങളുടെ പാർട്ടിക്കാരുടെയും വോട്ടർമാരുടെയും വിശ്വാസം. മാണി സി കാപ്പൻ എന്ന് പറയുമ്പോൾ പാലാ ജനങ്ങളുടെ ഹൃദയത്തിലെ ഒരു വികാരമാണ്. കേരളത്തിൽ പൊതുവെ UDF തരംഗവും ഈ LDF തരംഗത്തിൽ പോലും കാപ്പൻ സാർ ഇവിടെ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ UDF തരംഗത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. തരംഗത്തിനൊപ്പം പാലായിൽ നിന്ന് സാറിനെ തന്നെ ജയിപ്പിക്കാൻ കഴിയും. അതെ, ജനങ്ങൾ അത് പോലെ പാലായിലെ ജനങ്ങളുടെ ഹൃദയത്തിലെ ഒരു വികാരമാണ് കാപ്പൻ സാർ എന്ന് പറഞ്ഞാൽ. അതിന് മന്ത്രിയാകണമെന്ന് ആവശ്യത്തിന് മന്ത്രിയാകുക തന്നെ ചെയ്യും. ഇതിനു മുമ്പ് ഓഫർ മന്ത്രിസ്ഥാനം വെച്ച് നീട്ടിയിട്ടുണ്ട്. ആകുക തന്നെ ചെയ്യും. നോ ഡൗട്ട്. ഒറ്റയ്ക്ക് നിന്ന് പോരാടിയാളാണ്. ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഈ ജനഹൃദയങ്ങളിൽ 100% ജനഹൃദയം കവർന്ന ഒരു മാണി സി കാപ്പനെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങൾ വോട്ടർമാർ തന്നെ അഭിനന്ദനം.